നാരായണ 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 നാരായണ. ജന്മാദ്യസ്യേതന്മയാധിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വായുമൃതായ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സത്യസ്വരൂപനായ പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമ ശ്ലോകത്തിന്റെ അവസാന പദമാണ് അത്. ശ്രീമദ് ഭാഗവതം ആരംഭിക്കാനായി ശ്രീ വേദവ്യാസ മഹർഷി മംഗളാചരണം എന്ന നിലയിൽ 3 ശ്ലോകങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്നത് കാണാം. 3 വിഷയങ്ങളായിട്ടാണ്. ഒന്ന് ഇഷ്ടദേവതാ നമസ്കാരം, 2 വസ്തു നിർദ്ദേശം, 3 അനുഗ്രഹാശിസുകൾ. അതിൽ ആദ്യത്തെ ശ്ലോകം ഇഷ്ടദേവതാ നമസ്കാരം, 2ാമത്തെ ശ്ലോകം വസ്തു നിർദ്ദേശം. ഇഷ്ടദേവതാ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഈശ്വരനെ നമസ്കരിച്ചുകൊണ്ട് ഗ്രന്ഥം ആരംഭിക്കുക. വസ്തു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ പറയാൻ പോകുന്ന വിഷയം എന്ത് എന്ന് സൂചിപ്പിക്കുക. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. ഇത് 3 ശ്ലോകങ്ങളിൽ നിർവഹിച്ചു. പിന്നെയാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യ എന്ന ശ്ലോകത്തിന്റെ അവസാന പദമായ സത്യം പരം ധീമഹി എന്നത് അതിനെ കുറിച്ച് ഒന്നുകൂടെ അല്പം അനുസ്മരിക്കുക, ചർച്ച ചെയ്യുക. സത്യം എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഞാൻ സത്യം പറയൂ, ഞാൻ സത്യം പ്രവർത്തിക്കൂ എന്നൊക്കെ നാം പറയാറുണ്ട്. സത്യം ചെയ്യാറുണ്ട്. തലയിലടിച്ച് സത്യം ചെയ്യും, കയ്യിലടിച്ച് സത്യം ചെയ്യും, ദേവതമാരെ സാക്ഷി നിർത്തി സത്യം ചെയ്യും, അച്ഛനമ്മമാരെ സാക്ഷി നിർത്തി സത്യം ചെയ്യും, അവനവനെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്യും. ഇതൊക്കെ താൻ ചെയ്യാൻ പോകുന്നതായ ഒരു പ്രവൃത്തിയിൽ തനിക്കുള്ള ആത്മാർത്ഥതയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യമായിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഞാൻ അത് പ്രവർത്തിക്കും എന്ന താല്പര്യമാണ്. അപ്പൊ സത്യം എന്നുള്ള പദത്തിന്റെ താല്പര്യം, അർത്ഥം എന്ത് എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തെ ധ്യാനിക്കുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ധീമഹി എന്നുള്ളത് കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നർത്ഥം. ഗ്രന്ഥം എഴുതുന്ന വേദവ്യാസ മഹർഷി മാത്രമല്ല, ഈ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്ന എല്ലാവരും, അതിനെ വായിക്കുന്നവരും അതിനെ കേൾക്കുന്നവരും ഒരുപോലെ ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പദങ്ങളുടെ അർത്ഥത്തെ വ്യക്തമാക്കുന്ന നിരുക്തം എന്നുള്ളത് പദങ്ങളുടെ അർത്ഥത്തെ മനസ്സിലാക്കാനുള്ളതാണ്. യാസ്കനിരുക്തത്തിൽ ഇതാ സത്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: സത്സു തായതേ സത്പ്രഭവം ഭവതി ഇതി വാ. സജ്ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരഭൂതമായത്, അതാണ് സജ്ജനങ്ങളെ രക്ഷിക്കുന്നത്. സജ്ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരഭൂതമായത് എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായ എല്ലാവരും അവരുടെ രക്ഷയ്ക്കായി സത്യത്തെ ആശ്രയിക്കുന്നു. പരമമായ ഈ സത്യത്തെ, ഈ ചൈതന്യത്തെ ആശ്രയിക്കുന്നു. അത് മാത്രമല്ല, അവർക്ക് അലങ്കാരമായുള്ളതും സൽപ്രഭവം ഭവതി ഇതിവ. സജ്ജനങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ളതും സത്യം തന്നെയാണ്. സജ്ജനങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷണം സത്യവാനായിരിക്കുക എന്നുള്ളതാണ് എന്നർത്ഥം. അപ്പൊ സത്യം എന്നുള്ള വാക്കിന് സജ്ജനങ്ങളെ രക്ഷിക്കുന്നത്, സജ്ജനങ്ങളെ നിലനിർത്തുന്നത്, സജ്ജനങ്ങൾ അലങ്കാരമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്, സജ്ജനങ്ങൾക്ക് പ്രവൃത്തിക്ക് ആധാരമായിട്ട് അവർ കണക്കാക്കുന്നത്, ഇതെല്ലാം സത്യം എന്നുള്ള വാക്കിൽ വരും എന്നർത്ഥം. സത്യം എന്നുള്ളതിന് വേദം എന്നൊരർത്ഥം കൂടിയുണ്ട്. സത്യം സജ്ജനങ്ങളെ ആശ്രയിക്കുന്നത്, സജ്ജനങ്ങൾക്ക് അലങ്കാരമായത്, സജ്ജനങ്ങളുടെ നിലനിൽപ്പിന് ബാധകമായത് എന്ന നിരുക്ത വാക്യത്തിലെ അർത്ഥവും, അതുപോലെ വേദത്തിൽ സത്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതായ അർത്ഥവും രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് വേണം
ഈ സത്യം എന്ന പദത്തിനെ നാം മനസ്സിലാക്കാൻ. തസ്യവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി ഛന്ദോഗ്യോപനിഷത്തില് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വൈദികമാണ് ഈ വാക്യം എന്നർത്ഥം. പ്രമാണസ്വരൂപമായിട്ടുള്ള വൈദിക വാക്യം തന്നെയാണ് ഇത്. വേദങ്ങൾ പ്രമാണമാണ്, ഉപനിഷത്തുക്കൾ പ്രമാണമാണ്, നിരുക്തങ്ങൾ പ്രമാണമാണ്. ഓരോരോ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള നമുക്ക് തെളിവുകൾ അതാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ തെളിവ്. യാസ്കനിരുക്തം എന്ന ആ തെളിവ് പ്രകാരം സത്യത്തിന് ഒരർത്ഥം കൽപ്പിച്ചു. ഛന്ദോഗ്യോപനിഷത്ത് പ്രകാരം പറയുന്നു തസ്യവാ ഏതസ്യ ബ്രഹ്മണോ നാമ സത്യമിതി. സത്യം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ പര്യായം തന്നെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമജമായ ഈശ്വര ചൈതന്യം എന്നർത്ഥം. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇനി സത്യത. അപ്പൊ ഈശ്വരൻ, പരമാത്മാവ്, ബ്രഹ്മം, ഭഗവാൻ എന്നൊക്കെ പറയുന്ന ആ പരമമായ ചൈതന്യത്തെ തന്നെയാണ് സത്യം എന്ന വാക്കുകൾ കൊണ്ടും നാം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അത് ഛന്ദോഗ്യോപനിഷത്ത് പ്രകാരം സത്യത്തിന് അങ്ങനെ ഒരു താല്പര്യം. സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. സത്യം യത് ബ്രഹ്മദർശനം എന്ന ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നത് കാണാം. എന്താണ് സത്യം എന്ന ഉദ്ധവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നു സത്യം യത് ബ്രഹ്മദർശനം. അഥവാ സത്യം എന്നുള്ളത് ബ്രഹ്മദർശനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തെ കാണുക, സത്യത്തെ അറിയുക എന്നുള്ളത് ബ്രഹ്മത്തെ കാണുക, ബ്രഹ്മം അറിയുക, ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുക എന്നത് തന്നെ ആണ് എന്നർത്ഥം. അപ്പൊ സത്യം എന്നുള്ളത് ബ്രഹ്മമാണ്. ഈ സൽ എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നർത്ഥം. തി എന്ന അക്ഷരത്തിന് അന്നം എന്നുള്ള അർത്ഥമുണ്ട്. യം എന്ന അക്ഷരത്തിന് ആദിത്യൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ സത്യം എന്നുള്ള സത് യം, ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന സത് യം എന്നുള്ളതാണ് സത്യം. സ ത യം അതാണ് സൽ. പ്രാണൻ, ത എന്നുള്ളത് അന്നം, യം എന്നുള്ളത് ആദിത്യൻ. പ്രാണ അന്ന ആദിത്യ സ്വരൂപൻ, അതും സത്യമാണ് അർത്ഥം. സത്യം എന്നുള്ളത് പ്രാണാന്നാദിത്യ സ്വരൂപമായ ഒരു ശക്തിയാണ്. പ്രാണനും അന്നവും ആദിത്യനും ചേർന്നതായ ഒരു ശക്തിവിശേഷമാണ് സത്യം. ഇതും വേദങ്ങളിൽ പ്രാമാണികത്വത്തോടുകൂടി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ചുരുക്കത്തിൽ സത്യം എന്നത് പരമമായ ഈശ്വര ചൈതന്യമാണ്. സജ്ജനങ്ങൾക്കെല്ലാം സാധുവായിട്ടുള്ളതാണ്. ത്രികാലങ്ങളിലും നാശമില്ലാതെ ഒരുപോലെ വർത്തിക്കുന്നതാണ്. എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ചൈതന്യവുമാണ്. അതാണ് സത്യം. സത്യം, പരം, ധീമഹി, 3 പദങ്ങളാണ്. അതിൽ സത്യം എന്താണ് എന്ന് നാം പറഞ്ഞു. ഇനി പരം എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്നർത്ഥം. പരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമനായ ഈശ്വരൻ, ഏറ്റവും ശ്രേഷ്ഠനായ ഈശ്വരൻ. ഈശ്വരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവത്തിൽ വർത്തിക്കുന്ന ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശിതും ശക്യ, ഈശ്വരൻ ചെയ്യാൻ കഴിയുള്ള ആള്. ഈശിത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യരെയും മൃഗങ്ങളെയും ഈ പ്രപഞ്ചത്തെയും ഈശിത്വത്തോടു കൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവൻ. അവരിലെല്ലാം അധിനിവേശത്വമുള്ളവർ, അവരിലെല്ലാം സ്വാധീനമുള്ളവർ. ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളിലും സ്വാധീനമുള്ള, സർവ്വജീവജാലങ്ങളെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ആ ഒരു ചൈതന്യം, അതാണ് ഈശ്വരൻ. ആ ശക്തിക്കാണ് ഈശിത്വം എന്ന് പറയാം. സർവചരാചരങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കാനുള്ള ശക്തിയെ ഈശിത്വം എന്ന് പറയുന്നു. ആ ഈശിത്വമുള്ള ആള് ഈശ്വരൻ. ഈശ്വരന്മാരെ പലരെയും നമ്മൾക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഈശ്വരൻ എന്ന ആ വാക്കിന്റെ ചെറിയ ചെറിയ അർത്ഥഭാവങ്ങളിൽ പലരെയും കാണാൻ സാധിക്കുമെങ്കിലും പരമമായ ആ ഈശിത്വം, എല്ലാവരെയും നിയന്ത്രിക്കുന്നതായ ഈശിത്വം, അത് പരമമായ സത്യസ്വരൂപമായ ആ ചൈതന്യത്തിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സത്യത്തെ പരമേശ്വരനാണ് എന്ന് നാം പറയുന്നു. പരമേശ്വരനായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അതാണ് സത്യം, പരം, ധീമഹി. ഇനി പരം, സത്യം, ധീമഹി എന്ന് അന്വയിച്ചാലും വിരോധമില്ല. സത്യം എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് പരം എന്ന വാക്കെടുക്കുകയാണെങ്കിൽ പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നർത്ഥം. പരമമായ സത്യം, ഏറ്റവും ശ്രേഷ്ഠമായ സത്യം, ഒരിക്കലും മാറ്റമില്ലാത്തതായ സത്യം എന്നൊക്കെ താല്പര്യം. സത്യം എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിലുണ്ട് അല്ലെ. സത്യത്തിന്റെ മുഖം ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കവികൾ പാടിയിട്ടുണ്ട്. അത് പലതായിട്ടിരിക്കണോ, ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഹിരണ്മയേന പാത്രേണ സത്യസ്യ ആവിഹിതം മുഖം.
സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മൂടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഉപനിഷത് വചനങ്ങളൊക്കെ ധാരാളം നമുക്ക് കേട്ടുപരിചയമുണ്ട്. അതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് പരമമായ സത്യം ഒന്നേ ഉള്ളൂ എങ്കിലും പരമമായ സത്യത്തെ എന്തെങ്കിലും ഒരു ആവരണം കൊണ്ട് മൂടിയാൽ ആ പരമമായ സത്യത്തിന്റെ ശരിയായ അനുഭവം നമുക്ക് ലഭിക്കില്ല. ഇവിടെ സ്വർണ്ണപാത്രം കൊണ്ട് എന്ന് പറഞ്ഞു, അതിന് മായ എന്നുള്ളതാണ്. സത്യത്തെ ആവരണം ചെയ്യുന്നതായ ശക്തി മായയാണ്. പരമമായ സത്യത്തെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് മായയുടെ ആവരണം കൊണ്ടാണ്. മായ ആവരണം ചെയ്യുമ്പോൾ സത്യം സത്യമല്ലാതായി തോന്നുന്നു. സത്യത്തിന് 3 ഘട്ടങ്ങളുണ്ട്, 3 പടവുകളുണ്ട്, 3 തലങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രാതിഭാസിക സത്യം, വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം എന്നിങ്ങനെ 3 തലത്തിലാണ് സത്യങ്ങൾ വിവരിക്കുന്നത്. പരമമായ സത്യം, പാരമാർത്ഥിക സത്യം. അതിനെ മായ കൊണ്ട് ആവരണം ചെയ്യുമ്പോൾ, അഥവാ ഹിരണ്മയേന പാത്രേണ സ്വർണ്ണപാത്രം കൊണ്ട് അതിനെ ആവരണം ചെയ്യുമ്പോൾ ആ പരമമായ സത്യം അതിന്റെ പൂർണ്ണമായ ഭാവത്തിൽ നമുക്ക് അനുഭവപ്പെടാതെ വരണം. അപ്പോഴാണ് നമുക്ക് പ്രാതിഭാസിക സത്യം, വ്യാവഹാരിക സത്യം തുടങ്ങിയ ചില സത്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഈ വ്യാവഹാരികം പ്രാതിഭാസികം എന്ന് പറഞ്ഞ ആ 2 സത്യങ്ങൾ ഏതെല്ലാമാണ്? പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ പ്രതിഭാസിക്കുന്നത്, പ്രതിഭാസനം, ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നല്. ഇല്ലാത്ത ഒരു വിഷയം ഉണ്ട് എന്ന് നമുക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രാതിഭാസികമായ സത്യമാണ്. സ്വപ്നസത്യങ്ങളൊക്കെ പ്രാതിഭാസികമാണ് അല്ലെ? വാസ്തവത്തിലെ സ്വപ്നം സത്യമായിട്ട് തന്നെയാണ് നമുക്ക് ആ സ്വപ്നം കാണുന്ന സമയത്ത് അനുഭവപ്പെടുക. ഉണരുന്നത് വരെ സ്വപ്നം സത്യം തന്നെയാണ്. ഉറങ്ങിക്കിടക്കണ കുഞ്ഞുണ്ണി അയ്യോ ആന വരണേ മുത്തശ്ശാ പാപ്പാനെ വിളിക്കണേ എന്ന് പറയുമ്പോ കുഞ്ഞുണ്ണി കിടന്ന് ഉറക്കെ വിളിക്കും, പാപ്പാനെ വിളിക്കാൻ പോകുന്നില്ല. എന്താ ചെയ്യുക? കുഞ്ഞുണ്ണി ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് ഉള്ളിൽ ഉണർത്തും. അല്ലാതെ ആനയെ തിളയ്ക്കാൻ പാപ്പാനെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുഞ്ഞുണ്ണി ആ ഉറക്കത്തിൽ കാണുന്നത് എന്താ? ശരിക്കും ആന തന്നെ കുത്താൻ വരുന്നത് തന്നെയാണ്. അപ്പൊ അവിടെ കുഞ്ഞുണ്ണിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രാതിഭാസികമായിട്ടൊരു സത്യം, ആന കൊത്താൻ വരുന്നു എന്നൊരു തോന്നിക്കുന്ന ഒരു സത്യം അനുഭവപ്പെടുന്നു. അതിന്റെ ദോഷങ്ങളും അനുഭവിക്കുന്നു അല്ലെ? ആന കൊത്താൻ വരുമ്പോഴുള്ള പേടി, അതിന്റെ ഓട്ടം, ഇതൊക്കെ സ്വപ്നത്തിലെ കുഞ്ഞുണ്ണി കാണുന്നു. അഥവാ നമ്മൾ കാണുന്നു, നാം തന്നെ കാണുന്നു. നാം സ്വപ്നം കാണുമ്പോൾ നാം തന്നെ വേറൊരു ശരീരം എടുത്തുകൊണ്ട് ഓരോരോ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണാമില്ലേ? ഉറങ്ങിക്കിടക്കണം നമ്മുടെ തന്നെ ശരീരം വേറെ കാണും. ഇതാണല്ലോ ആലോചിച്ചോട്ടെ. ഈ ഉറങ്ങിക്കിടക്കണം നമ്മുടെ ശരീരം തന്നെ നമ്മുടെ സ്വപ്നത്തിൽ വേറെ കാണും. ആനയുടെ മുമ്പിൽ കിടന്ന് ഓടുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വപ്നാനുഭവമായാലും ശരി, നാം തന്നെ നമ്മുടെ ശരീരം ഓടുന്നതായിട്ട് സ്വപ്നത്തിൽ കാണും. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ ശരീരം സ്വപ്നത്തിലുണ്ടോ? ഇല്ല. അവിടെ ഉണ്ടോ എന്നൊരു തോന്നലേ ഉള്ളൂ. പ്രതിഭാസിക്കുന്നു അത്രേ ഉള്ളൂ. ഇവിടെ കിടന്നുറങ്ങുന്ന, കട്ടിലിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ ശരീരം എങ്ങനെയാണ് സ്വപ്നത്തിലേതാ റോട്ടിൽ കൂടെ ഓടി നടക്കുക? അസംഭാവ്യല്ലേ? പക്ഷെ അതെന്താന്ന് തോന്നുന്നു. അവിടെ പ്രാതിഭാസിക സത്യം. പ്രാതിഭാസിക സത്യത്തെ മാറ്റാൻ എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്? അഥവാ ചെയ്തത് എന്താ? ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക. അത്രയേ ഉള്ളൂ. ഉണർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ആനില്ലേ ഒന്നുമില്ല അല്ലേ, പേടി മാറി. അപ്പൊ പ്രാതിഭാസിക സത്യത്തിൽ നിന്നും മോചനം നേടാൻ ആ പ്രാതിഭാസിക സത്യത്തിന് കാരണമായ ഉറക്കത്തെ നീക്കിക്കളയാം. അപ്പൊ പരമമായിട്ടുള്ള ശരിയായിട്ടുള്ള സത്യം ഉറങ്ങുന്ന ആൾക്ക് പൂർത്തിയായി. അതാണ് പ്രാതിഭാസിക സത്യം. ഇനി വേറെ ഉദാഹരണങ്ങൾ അനവധി പറയാം പ്രാതിഭാസിക സത്യത്തിന്. വേറൊരു ഉദാഹരണം മരുഭൂമിയിൽ നമുക്ക് പരിചയമുള്ളതാണ്. മൃഗതൃഷ്ണ. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് തോന്നുന്നതിനെയാണ് മൃഗതൃഷ്ണ എന്ന് പറയുക. കാനൽ ജലം എന്നൊക്കെ നമ്മൾ പറയും. ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലിന്റെ മുകളിലുള്ള വായു സൂര്യരശ്മിയാൽ ചൂടായി ഉയരുമ്പോൾ ആ ഉയരുന്നത് വെള്ളത്തിന്റെ അലടിയാണ് എന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരാൾക്ക് തോന്നും. 200-300 മീറ്റർ അകലെ നിൽക്കുന്ന ആൾക്കാർ മരുഭൂമിയിൽ അങ്ങകലെ പടിഞ്ഞാട്ട് നോക്കുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. ശരിക്കും വെള്ളമുണ്ടാകും. വെള്ളം ഇങ്ങനെ ഓളം വിട്ടുന്നതാണ് തോന്നുക ഇവിടുന്ന് നോക്കുമ്പോഴേ. ദാഹിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ്. അവിടെ ചെന്ന് വെള്ളം കുടിക്കാമെന്നൊരു ആഗ്രഹത്തോടു കൂടി ഓടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് വെള്ളമൊന്നുമില്ല. അവിടെയും ഈ ചൂട് തന്നെ. നേരത്തെ നിന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ ചൂട് അവിടെ ഓടിയെത്തിയപ്പോൾ അവിടെ നിൽക്കായിരുന്നു. ദേഹത്തിൽ തണുപ്പിട്ടാണ് വെള്ളമില്ലെങ്കിലും. ഇവിടെ വെള്ളമില്ല, ചൂട് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഒരു തോന്നലാണ്. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന വെള്ളം കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ നോക്കിയാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമുണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ വെള്ളം ഇല്ലാത്ത വെള്ളം ഉണ്ട് എന്ന് തോന്നുന്നു. അതാണ് അവിടെ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നലാണ് പ്രാതിഭാസിക സത്യം എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അവിടെ ഇല്ലാത്ത വെള്ളം ഉണ്ട്, ജലാശയം ഇല്ല എന്നെങ്കിലും ഉണ്ട് എന്ന് നോക്കിയ ആൾക്ക് തോന്നിയപ്പോൾ നോക്കിയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ
അകലെ നിന്ന് നോക്കുന്ന സമയത്ത്, ആ അകലെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ സത്യം തന്നെയാണ് വെള്ളം അപ്പുറത്ത് അങ്ങ് പടിഞ്ഞാറേറ്റത്ത് കുളമുണ്ട്, ജലാശയമുണ്ട് എന്നുള്ള ആ തോന്നല് ഇദ്ദേഹത്തിന് ഇവിടെ ഒരു പ്രതിഭാസമായിട്ട് അനുഭവപ്പെടും. ഇത് എപ്പോഴാണ് പ്രാതിഭാസിക സത്യം ആണ് വെറും മായയാണ് എന്ന് ഈ ആൾക്ക് ബോധ്യപ്പെടുക? അതോ അതിനെ അന്വേഷിച്ച് അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകും ഇവിടെ വെള്ളമില്ല. അതുപോലെ തന്നെയാണ് പ്രാതിഭാസിക സത്യം ആകുന്ന മായയെ തരണം ചെയ്യാനായിട്ട് അതിനെ അന്വേഷിച്ച് അടുത്ത് ചെല്ലുമ്പോൾ പരമസത്യമായ ഭഗവത് ചൈതന്യത്തിന്റെ അടുത്തേക്ക് നാം എത്തിച്ചേരുമ്പോൾ മായ നീങ്ങുമ്പോൾ ആദ്യം തോന്നിയത് സത്യമല്ല എന്നും സത്യമായിട്ടുള്ളത് ഭഗവത് ചൈതന്യം മാത്രമാണ് എന്നും ബോധ്യമാകും. ഇതാണ് പ്രാതിഭാസിക സത്യം. അതുപോലെ വ്യാവഹാരിക സത്യങ്ങൾ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് വ്യാവഹാരിക സത്യം എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോ ഒരു അതിശോക്തിയൊക്കെ ആയിട്ട് പറയുകയാണെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് കൂട്ടി പറയും. 100 മീറ്ററുള്ള മൽപ്പാമ്പാണ് ഞങ്ങളുടെ പറമ്പിൽ ഇന്നലെ വന്നത്. ഒരാളെന്ന് പറയാണ്, സത്യമാണ് പറയണത്, ഞാൻ കണ്ടു 100 മീറ്റർ. 100 ഉണ്ടാവില്ല കേട്ടോ. കേൾക്കണ ആള് പറയും 100 ഉണ്ടാവില്ല, അതെന്ത് താഴെ 100 മീറ്റർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആലോചിക്കുന്നത്. എന്നാൽ 50 മീറ്റർ എങ്ങനെയാലും ഉണ്ട്, സംശയമൊന്നുമില്ല. 50 ഉണ്ടാവില്ല, 20 മീറ്റർ ഉണ്ട്. 20 ഉണ്ടാവില്ല. അവസാനം പറയണ ആൾക്ക് ദേഷ്യം കണ്ടു, താൻ എത്ര പറഞ്ഞാലും ഞാൻ കുറയ്ക്കില്ല, 10 മീറ്ററുള്ള പാമ്പിനെ ഞാൻ കണ്ടു. സത്യമാണ്, ഞാൻ കണ്ടു. എന്ത് 10 മീറ്ററുള്ള പാമ്പിനെ കണ്ടു എന്ന് സത്യമാണോ അയാൾ പറയുന്നത്? അവിടെ 10 മീറ്റർ ഒന്നുമില്ല, വലിയൊരു പാമ്പിനെ കണ്ടു എന്നവിടെ അർത്ഥമുള്ളൂ. അതിന്റെ വ്യാവഹാരികമായിട്ട് പാമ്പിന്റെ വലുപ്പം ബോധ്യപ്പെടാനായിട്ട് വലിയൊരു സംഖ്യ പറഞ്ഞു മാത്രം. അവിടെ ആ 10 എന്നുള്ളത് ശരിക്കുള്ള സത്യമല്ല. എന്നാൽ ആ പാമ്പിന്റെ ഭീകരതയെ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞൊരു വാക്കായതുകൊണ്ട് പാമ്പിന്റെ ഭീകരത കൃത്യമായിട്ട് മനസ്സിലാവും ഈ വിശേഷണം കൊണ്ട്. സത്യമല്ലാത്തൊരു വിശേഷണമാണെങ്കിലും സത്യമായൊരു കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് വ്യാവഹാരിക സത്യം. അതിലും കുറച്ചുകൂടി ലളിതമായിട്ടൊരു ഉദാഹരണം കണക്ക് നമുക്ക് പറയാം. ഇവിടെ വന്നു, ഞാനിപ്പോ എവിടുന്നാ വരുന്നത്, എവിടുന്നാ വരണേ ചോദിച്ചു. എവിടെയാ സ്ഥലം? തൃശ്ശൂരടുത്ത്. തൃശ്ശൂർ എവിടെയാ? ഊരകത്ത് എവിടെയാ? ഊരകത്ത് ഇരിങ്ങാലക്കുട റോഡില്. ഊരകം ഇരിങ്ങാലക്കുട റോഡിൽ. ഓ അതെയോ, അമ്പലത്തിന്റെ അടുത്ത്. അതെ. അപ്പൊ ഊരകം ഇരിങ്ങാലക്കുട റോഡിൽ എന്നാണ് പറഞ്ഞത്. റോഡിലാണോ എന്റെ ഗൃഹം ഇരിക്കുന്നത്? കേൾക്കണാക്ക് മനസ്സിലായി, റോഡിന്റെ നടുക്കൊന്നും ആവില്ല ഗൃഹം. റോഡിലാണെന്ന് പറഞ്ഞെങ്കിലും റോഡിനോട് ചേർന്ന അമ്പലത്തിന്റെ അടുത്താണ് ഗൃഹം എന്നുള്ളത് കേട്ട ആൾക്ക് ഭംഗിയായിട്ട് മനസ്സിലായി. പക്ഷെ ഇവിടെ പറഞ്ഞത് റോട്ടിൽ എന്നാണെങ്കിലും ആ റോട്ടിൽ എന്ന് പറഞ്ഞത് കൃത്യമായ സത്യമല്ലെങ്കിലും വ്യാവഹാരിക തലത്തിൽ അതൊരു സത്യമായിട്ട് അനുഭവപ്പെടും. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ഭാവം. വ്യവഹാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദം, അതൊക്കെ വ്യവഹാരം. കച്ചവടം, അതുപോലെയുള്ള വാക്കുകൾ, ആശയങ്ങൾ കൈമാറുക, ഇതൊക്കെ വ്യവഹാരത്തിൽ പെടും. അപ്പൊ പരസ്പരം ആശയം കൈമാറുക എന്നുള്ള രീതിയിൽ ഒരു വ്യാവഹാരിക തലത്തില് റോട്ടിൽ എന്ന് പറഞ്ഞത് റോഡിന്റെ ഒരു വശത്താണ് എന്ന് കൃത്യമായിട്ട് കേൾക്കുവാൻ മനസ്സിലാക്കുകയും ചെയ്യും. ചോദ്യം ചോദിക്കില്ല, തന്റെ റോഡിൽ വീട് തോന്നാനും ചോദിക്കില്ല, അങ്ങനെ പറഞ്ഞു. കാരണം ആൾക്ക് മനസ്സിലായി കേട്ടോ. അവർക്ക് അതിനെ പറ്റി കളിയാക്കണമെങ്കിൽ അങ്ങനെ ചോദിച്ചു വരാം. വ്യാവഹാരികമായിട്ട് ഈ എന്റെ സ്ഥലം ഏത് എന്ന് കേട്ടവർക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ പറഞ്ഞത് സത്യമാണോ, റോഡിലാണോ വീട്? ഇല്ല. അപ്പൊ അവിടെ ഈ പറഞ്ഞ ആ വാക്ക് കൃത്യമായും സത്യമല്ല എങ്കിലും ഒരു ആശയം കൈമാറ്റം ചെയ്യാനായിട്ട് അത് ഉപകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള സത്യപ്രസ്താവനകളെ വ്യാവഹാരിക സത്യം എന്നും പറയാം. ഇതിനെല്ലാം ഉപരിയാണ് പാരമാർത്ഥിക സത്യം. പരമാർത്ഥമായ സത്യം എപ്പോഴും സത്യമായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ. പ്രപഞ്ചത്തിലുള്ള ഉദാഹരണങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ പറഞ്ഞതൊന്നും ശരിയല്ല കേട്ടോ, അല്ലെ? റോഡിൽ വീടുണ്ടാവില്ല, അതുപോലെ മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല, മരുപ്പച്ചയിൽ വെള്ളം ഉണ്ടാവില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അല്ലെ? ചൂടുണ്ട് ഇവിടെ. അവിടെയൊക്കെ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുക. തൃശ്ശൂരുണ്ട്. ഇവിടെ എങ്ങനെയാ? പെരിഞ്ചിക്കാട്ട് പടിഞ്ഞാട്ടിന്ന് കിഴക്കോട്ടാണോ? അല്ല, സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ളത് എല്ലായിടത്തും ഒരു പരമമായ സത്യം തന്നെയാണ്. അപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങളെ കുറിച്ച് ഒരു പരമാർത്ഥ സത്യം എന്ന രീതിയിൽ ഈ സൂര്യനെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. അതുപോലെ ഈ പ്രാപഞ്ചിക വിഷയങ്ങൾക്കും അപ്പുറത്തുള്ള ഈശ്വര ചൈതന്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമമായ സത്യം, ബ്രഹ്മചൈതന്യം, ഈശ്വര ചൈതന്യം, അതാണ്
മാറ്റമില്ലാത്തത്. അതിനെയാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയുക. എപ്പോഴും പരമാർത്ഥമായിട്ടുള്ളത്, മൂന്ന് കാലങ്ങളിലും ഒരേപോലെ ഇരിക്കുന്നത്. ഏതൊക്കെയാ മൂന്ന് കാലങ്ങള്? ഭൂതം, വർത്തമാനം, ഭാവി. മുൻപ് എന്തായിരുന്നു, ഇപ്പൊ എന്താണ്, നാളെ എന്താവും എന്നൊന്നും സത്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തെടുത്ത് ചോദിക്കേണ്ടതില്ല. മറ്റു വിഷയങ്ങളൊക്കെ അങ്ങനെയല്ല അല്ലെ? എങ്ങനെയായിരുന്നു കുഞ്ഞോട്ടാൻ മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് ഇത്രയൊന്നും തടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ തടിച്ച് മിടുക്കനായിരിക്കണം. നാളെ എന്താവും? നാളെ മുടിയൊക്കെ കഴിഞ്ഞ് നരച്ച് കുഴച്ച് ചിലപ്പോ കിടപ്പാവും. അപ്പൊ മൂന്ന് കാലങ്ങളിലും വ്യത്യാസം വരുന്നു. ഇവിടെ സത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്തായിരുന്നു സത്യം? പരമമായ സത്യമായിട്ട് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് വിളങ്ങിക്കൊണ്ടിരുന്നു ഇന്നലെ. ഇന്നും അതുപോലെ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെയോ? നാളെയും അതുപോലെ. മൂന്നിന് അതീതമായിട്ടുള്ളത് എന്നർത്ഥം. തൃത്വം എന്നുള്ളൊരു ഭാവമുണ്ട്. ആ മൂന്ന് കാലങ്ങള്, മൂന്ന് ഗുണങ്ങള്, മൂന്ന് അവസ്ഥകള്, അങ്ങനെ പലതും പറയും. ആ മൂന്ന് അവസ്ഥകളിൽ നിന്നും, മൂന്ന് എന്നുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും അതീതമായത് സത്യം എന്നർത്ഥം. അപ്പൊ പരമമായ സത്യം എന്ത് എന്ന് ഇവിടെ അനുസ്മരിച്ചു. ആ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ധീമഹി, ഞങ്ങൾ ധ്യാനിക്കുന്നു. അതാണ് ആ വാക്കിലെ അവസാനത്തെ വചനം. ധീമഹി എന്നുള്ളത് ധ്യാനിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ക്രിയാപദത്തിന്റെ അർത്ഥം. പക്ഷെ സംസ്കൃതത്തിലെ പ്രയോഗം അനുസരിച്ച് ക്രിയാപദത്തിന്റെ രൂപം നോക്കിയാൽ ആ ക്രിയയുടെ കർത്താവ് ആര് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗായതി എന്ന് പറഞ്ഞാൽ അയാൾ, അവൾ, ഗയാമി, ഞാൻ പാടുന്നു. ഇങ്ങനെ അതുപോലെ മധ്യമപുരുഷത്തിലെ ത്വം ഗായസി, ഗായസി എന്ന് പറഞ്ഞാൽ, ഗായതി എന്ന് പറഞ്ഞാൽ ഏതോ അയാൾ പാടുന്നു, ഗായസി എന്ന് പറഞ്ഞാൽ ത്വം അങ്ങ് പാടുന്നു, ഗായാമി ഞാൻ പാടുന്നു. അപ്പൊ മൂന്ന് രൂപങ്ങളുണ്ട്. രൂപം ഏതാണ്? ഗായാമി എന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ധീമഹി എന്നുള്ള ധ്യാനിക്കുന്നു. അത് ഉത്തമപുരുഷൻ ബഹുവചനം, മൂന്നിൽ രണ്ടിൽ കൂടുതൽ ആളുകളുള്ളത് എന്നർത്ഥം. എവിടെയത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെ മൂന്ന് രൂപങ്ങൾ സംസ്കൃതത്തിലുണ്ട്. അതും മറ്റു ഭാഷകളിലൊന്നുമില്ല. ഒരാള്, രണ്ടാള്, രണ്ടിൽ കൂടുതൽ. അതെന്താ അങ്ങനെ വരാൻ കാരണം? നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫിലോസഫിയുടെ ഒരു അടിസ്ഥാന തെറ്റാണെന്ന് വിചാരിച്ചോ. ഒന്ന്, രണ്ട്, രണ്ടിൽ കൂടുതൽ. രണ്ടിൽ കൂടുതലായി തന്നെ ഇത്രയായാലും കുഴപ്പമില്ല. സ്വതേ ഒന്നേ ഉള്ളൂ. അതാണല്ലോ, ഒന്നേ ഉള്ളൂ. ഒന്നായ നിന്നീഹ രണ്ടെന്ന് കണ്ടളവിൽ ഒന്നിനെ പലപ്പോഴും നാം രണ്ടായിട്ടാണ് കാണുന്നത്. അതാണ് ദ്വൈതം. അദ്വൈതത്തെ ദ്വൈതമായിട്ട് കാണുന്നു. ദ്വൈതത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പലതായിട്ട് വരുന്നു, അത് പരിപൂർണമായിട്ട് മാറുന്നു എന്നർത്ഥം. അതാണ് ഒന്ന്, രണ്ട്, രണ്ടിൽ കൂടുതൽ. അപ്പൊ ഇവിടെ ധ്യായാമി, ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നുള്ള വ്യാസമഹർഷിയുടെ പ്രയോഗം ഈ ശ്രീമദ് ഭാഗവതത്തെ വായിക്കുന്ന വക്താവും കേൾക്കുന്ന ശ്രോതാക്കളും അതിനെ അനുസന്ധാനം ചെയ്യുന്ന മറ്റുള്ളവരും എല്ലാവരും ഒരുപോലെ ഇതാ സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ഞങ്ങൾ ഇതാ ധ്യാനിക്കുന്നു. ഇവിടെ ഒരു വിശേഷം കൂടിയുണ്ട്. ധീമഹി എന്നുള്ള ആ വാക്ക് ക്രിയാപദം വേദത്തിൽ മാത്രം പ്രയോഗിക്കുന്ന ക്രിയാപദമാണ്. ഒരു പ്രത്യേക ക്രിയാപദങ്ങൾ വേദത്തിൽ മാത്രമായി കാണുന്ന ക്രിയാപദ പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ആ ക്രിയാപദം ധീമഹി എന്നുള്ള ക്രിയാപദം വേദത്തിൽ പ്രയോഗിക്കുന്നതാണ്. ഭാഗവതത്തിലെ അനവധി സ്ഥലത്ത് ഇതുപോലെയുള്ള വൈദിക പ്രയോഗങ്ങൾ കാണാം. ശ്രീമദ് ഭാഗവതം പുരാണം ബ്രഹ്മസംഹിതം എന്ന് ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് കാണാം. ഈ ശ്രീമദ് ഭാഗവതം എന്ന പുരാണം ബ്രഹ്മസംഹിതം, ബ്രഹ്മതുല്യമായത് എന്നർത്ഥം. വേദത്തിന് തുല്യമായതാണ് ഈ ശ്രീമദ് ഭാഗവത മഹാപുരാണം. വേദത്തിന് എത്രത്തോളം പ്രാമാണ്യമുണ്ടോ അത്രത്തോളം പ്രാമാണ്യം ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. വേദത്തിൽ എന്തെല്ലാം ആധ്യാത്മിക വിഷയങ്ങളെ പരാമർശിക്കുന്നുണ്ടോ അതെല്ലാം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. വേദം കൊണ്ട് എന്തെല്ലാം ആധ്യാത്മിക പുരോഗതി, ഉന്നതി ഒരു മനുഷ്യന് നേടാൻ സാധിക്കുമോ അത് പൂർണ്ണമായും ഭാഗവതാശ്രയത്വം കൊണ്ട് സാധിക്കും. ഇങ്ങനെ ബ്രഹ്മസംഹിതം, ഈ പുരാണം വേദതുല്യമാണ് എന്നർത്ഥം. അത് ഭാഗവതത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞതിനെ
സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ വൈദിക പ്രയോഗം. ഇതുപോലെയുള്ള വൈദിക പ്രയോഗങ്ങൾ ഭാഗവതത്തിൽ ഈ നമുക്ക് പല സ്ഥലത്തും കാണാം. വേദത്തിൽ ഉപയോഗിക്കുന്ന ക്രിയാപദങ്ങള്, വേദത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന നാമപദങ്ങള്, വേദത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ശൈലീ പ്രയോഗങ്ങള്, ഇതൊക്കെ ഭാഗവതത്തിൽ പല സ്ഥലത്തും കാണാം. അത് നമ്മുടെ സാധാരണ വ്യാകരണ നിയമങ്ങൾ വെച്ച് നോക്കിയാൽ ചിലപ്പോ ഇത് തെറ്റാണ് പോലെ പറയാൻ തോന്നുന്നു. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ വ്യാഖ്യാനങ്ങള് നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭത്തിൽ സംശയം തീർക്കാൻ പല വ്യാഖ്യാതാക്കന്മാരും അതിനെ ആർഷം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുക. ആർഷം എന്ന് പറഞ്ഞാൽ വൈദിക പ്രയോഗം, ആർഷത്വാൽ സാധു എന്ന് പറയും. വൈദിക പ്രയോഗം കൊണ്ട് ഇത് ശരിയാണ്, തെറ്റല്ല എന്ന് ഉറപ്പിക്കാം. അങ്ങനെയുള്ള പ്രയോഗങ്ങളും പല സ്ഥലത്തും കാണാമെന്ന്. ചിലപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ഓർമ്മിച്ച് പറയാൻ ഇപ്പം ഈ സന്ദർഭത്തിൽ നിവൃത്തിയില്ല. ഇത് നമ്മുടെ സത്യം പരം ധീമഹി എന്ന ആ വിഷയത്തെ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണല്ലോ. അപ്പൊ അതുകൊണ്ട് വേദസംഹിതമാണ്, വേദത്തിന് തുല്യമാണ് ശ്രീമദ് ഭാഗവതം എന്നും കൂടി ഓർമ്മിപ്പിക്കാനാണ് ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നുള്ളതിന് ആ ക്രിയാപദം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ സാധാരണ ലൗകിക സംസ്കൃതത്തിൽ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നുള്ളതിന് ധ്യായാമ എന്നാണ്. ധ്യായാമ. അപ്പൊ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ ധ്യായാമ എന്നുള്ളതിന് പകരം ധീമഹി എന്ന് പ്രയോഗിച്ച് ശ്രീമദ് ഭാഗവതത്തിന്റെ വേദതുല്യത്വത്തെ പൂർണ്ണമായും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ഭാഗവതം ആരംഭിക്കുന്നു. പുരാണം ബ്രഹ്മസംഹിതം എന്ന് ആദ്യം പറഞ്ഞതിനെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഉറപ്പിച്ചു. പിന്നീട് അവിടുന്ന് അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിലും ആദ്യ ശ്ലോകത്തിൽ തന്നെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളത് കൂടി ഈ പദം പ്രയോഗിച്ചതിൽ ഉദ്ദേശിച്ചതിനർത്ഥം. അതാണ് സത്യം പരം ധീമഹി എന്ന ഈ പദത്തിന്റെ സാമാന്യാർത്ഥം. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നിവിടെ പറഞ്ഞതിന് ശേഷം ആ സത്യത്തിന്റെ സ്വരൂപം എന്ത് എന്നാണ് ഈ ശ്ലോകത്തിന് ബാക്കിയുള്ള ഭാഗങ്ങളിൽ, അതായത് അവസാന ഭാഗങ്ങളിൽ അതിന് മുൻപുള്ള ഭാഗങ്ങളിലുള്ള പദങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ പരമമായ സത്യത്തിന്റെ സ്വഭാവം എന്ത് എന്നാണ്. അതാണ് ജന്മാദി അസ്യ യതഃ എന്ന് തുടങ്ങി ആരംഭിക്കുന്ന ശ്ലോകം. എന്താണ് ഈ സത്യത്തിന്റെ സ്വരൂപം, അഥവാ ഈ സത്യം എന്ന ഈ ചൈതന്യം ആരാണ്, എന്താണ്, എവളാണ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. ഹൂ, വാട്ട്, എന്തെങ്കിലും ആവണം, അല്ലാണ്ട് ധ്യാനിക്കാൻ പറ്റില്ല. ഒന്നുമില്ലാതെ ധ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ശക്തിവിശേഷമോ എന്തെങ്കിലും ഒരു ആളോ ആയിരിക്കണം നാം ഒരാളെ ആശ്രയിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും മനസ്സിലുണ്ടാവേണ്ടത്. ഈ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറയുന്ന ഈ സത്യം എന്താണ്? യതഃ ജന്മാദി അസ്യ, യതഃ യാതൊരു നിന്നാണോ ഇതിന്റെ ജന്മാദികൾ ഉണ്ടായിരിക്കുന്നത്, അതാണ് ആ പരമമായ സത്യം. ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നതും അതിലൂടേതാണ്. ജന്മാദി അസ്യ യതഃ, അസ്യ ജന്മാദി യതഃ എന്നാണ് ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത്. ബ്രഹ്മചൈതന്യ സ്വരൂപമായ ആ ഭഗവത് ചൈതന്യത്തെ കൃത്യമായിട്ട് നിർവചിക്കുന്ന വേദവ്യാസ മഹർഷി നിർമ്മിച്ച ബ്രഹ്മസൂത്രം എന്ന ആ ശാസ്ത്രശാഖ അത് ആരംഭിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മസൂത്ര പ്രതിപാദിതമായ ബ്രഹ്മചൈതന്യ സ്വരൂപമായ സത്യത്തെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ധ്യാനിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്നു. പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. ആ സത്യത്തിൽ നിന്നാണ് അസ്യ ജന്മാദി യതഃ, യാതൊന്നിൽ നിന്നാണോ ഇതിന്റെ ജന്മാദികൾ ഉണ്ടായത്. ഇതിന്റെ അസ്യ, ഇതിന്റെ എന്നുള്ളതിന് ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ എന്നർത്ഥം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് ഉളവായതാണ്. ബ്രഹ്മമല്ലാതെ ഉള്ള എല്ലാം പ്രപഞ്ചമാണ്. പ്രപഞ്ചം 5 വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയത്, പഞ്ചീകരണത്തിലൂടെ 5 വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയത് എന്നൊക്കെ ഇതിന് വിശദമായ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ അതിനെ ഗാഠമായിട്ട് സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പരാമർശിക്കാൻ സാധിക്കുള്ളൂ. ഈ പ്രപഞ്ചം യാതൊന്നിൽ നിന്നാണോ ഉണ്ടായത് അതാണ് സത്യം എന്ന ചൈതന്യം, ബ്രഹ്മചൈതന്യം. അത് മനസ്സിലാക്കാനായിട്ട് അന്വയ വ്യതിരേകങ്ങൾ എന്ന മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു പഠിച്ചത്. ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നാണ്, ബ്രഹ്മത്തിൽ നിന്നാണ് ഉളവായത് എന്ന് മനസ്സിലാക്കാൻ അന്വയ വ്യതിരേക മാർഗങ്ങളുണ്ട്. അന്വയം കൂടിച്ചേരൽ, വ്യതിരേകം വേർതിരിച്ച് കാണിക്കൽ, വേർതിരിച്ചു നോക്കൽ, അങ്ങനെയൊക്കെയാണ്. ആ ഈ പ്രപഞ്ചത്തെ എല്ലാ സമസ്ത വസ്തുക്കളെയും സമഷ്ടിയായിട്ട് ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് ഒരു ചൈതന്യത്തിൽ തന്നെ ലഭിക്കുന്നത് അതാണ് പരമമായ സത്യം. അതുപോലെ തന്നെ ആ ചൈതന്യത്തിൽ നിന്ന് പ്രപഞ്ചം ഉളവായി അത് പല പല ഘടകങ്ങളായി ഭിന്ന ഭിന്നമായ ഭാവങ്ങളിലേക്ക് മാറി മാറി അല്ലെ, ആ ബ്രഹ്മാവ് മുതൽ പിന്നെ
താഴേക്കുള്ള പുൽപ്പടി വരെ ആ ബ്രഹ്മസ്തംഭാധീനം എന്ന് നാം പറയും. അങ്ങ് ബ്രഹ്മാവ് മുതൽ ഇങ്ങേയറ്റത്തെ ഒരു പുൽപ്പടി വരെയുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ഭൂതങ്ങളും അടങ്ങിയതാണ് പ്രപഞ്ചം. അങ്ങനെ ആ പ്രപഞ്ചത്തെ വിഘടിപ്പിച്ച ഓരോന്നായിട്ട് നോക്കുമ്പോൾ ആദ്യം പ്രപഞ്ചം, പിന്നെ അതിലുള്ള പ്രത്യേക ഭാവങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങ് പരമാണു വരെ എത്തിച്ചേരും. അണോരണീയാൻ മഹതോമഹീയാൻ എന്ന കഠോപനിഷത്തില് നമുക്ക് കാണാം ഈ ചൈതന്യത്തെ കുറിച്ച്. അണുവിൽ അണുവായിട്ട് ഏറ്റവും ചെറുതിൽ ചെറുതും ഏറ്റവും വലുതിൽ വലുതുമാണ് ഈ ബ്രഹ്മചൈതന്യം. അണോരണീയാൻ, അണുക്കളിൽ വെച്ച് ചെറുത്. അണീയാൻ എന്നതാണ് അണുവിനേക്കാൾ ചെറുത്. അണുക്കളിൽ വെച്ച് അണീയാൻ, അണുവിനേക്കാൾ ചെറുത്. മഹതോ മഹീയാൻ, വലിയ വസ്തുക്കളിൽ വെച്ച് മഹത്തുക്കളിൽ വെച്ച് അതിലും വലിപ്പം നൽകിയത്. അപ്പൊ ഏറ്റവും വലുതായതും ഏറ്റവും ചെറുതായതും ബ്രഹ്മചൈതന്യം തന്നെയാണ്. അങ്ങനെ പ്രത്യേകം ഈ പ്രപഞ്ച ഘടകങ്ങളെ നാം അപഗ്രഥിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത് ജന്മാദി ഈ പ്രപഞ്ചത്തിന്റെ ജന്മാദി എന്നിവിടെ പറഞ്ഞുകൊണ്ട് ജന്മം തുടങ്ങിയവ എന്ന് പറയുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ജന്മം, പിന്നെ അതിന്റെ വളർച്ച, പിന്നെ അതിന്റെ നിലനിൽപ്പ്, പിന്നെ അതിന്റെ ക്ഷയം, പിന്നെ അതിന്റെ നാശം, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിങ്ങനെ 3 അവസ്ഥകളായിട്ട് നാം അതിനെ പറയും. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാവല്, സ്ഥിതി അതിന്റെ നിലനിൽപ്പ്, നാശം അതിന്റെ ലയം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളാണ് ആദി എന്ന വാക്കിനെ കൊണ്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതായത് അസ്യ ജന്മാദി യതഃ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരാദികൾ യാതൊന്നിലാണോ കേന്ദ്രീകൃതമായിട്ടിരിക്കുന്നത് അതാണ് പരമമായ സത്യം ചൈതന്യം. ആ സത്യത്തെ പരം ധീമഹി, ആ സത്യത്തെ നമ്മൾ ധ്യാനിക്കുന്നു. അന്വേഷണ വ്യതിരേക മാർഗങ്ങൾ എന്തായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇല്ലാത്ത അവസ്ഥയിലുള്ള പ്രപഞ്ചത്തെ പ്രതിപാദിക്കുന്നതാണ്. തേജോവാരിമൃതാം യഥാ വിനിമയ എന്നൊരു ഉദാഹരണമൊക്കെ പറയുന്നു. അതിലൊരു ഉദാഹരണം നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ചൂട് അഗ്നി വെള്ളമായിട്ട് തോന്നാം, വെള്ളം വായുവായിട്ട് തോന്നാം, അതുപോലെ സ്ഥലമുള്ളിടത്ത് ജലമുണ്ട് എന്ന് തോന്നാം. വിനിമയം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള മാറ്റം. അധ്യാസം എന്നതിന് പറയുന്നതിന്, അധ്യാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു വിഷയം ഉള്ളതായിട്ട് നമുക്ക് തോന്നാം. അത് ബ്രഹ്മ വിചാരത്തിൽ വളരെ പ്രധാനമായിട്ടൊരു വിഷയമാണ് കേട്ടോ. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നലാണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മവിചാരത്തിൽ നാം ചിന്തിക്കേണ്ട വലിയൊരു കാര്യം. കാരണം ബ്രഹ്മമാണ് ഉള്ളത്, അത് നമുക്ക് തോന്നുന്നില്ല ഉള്ളതാണ് എന്ന്. മറിച്ച് ഇല്ലാത്തതായ പലതും ഉണ്ട് എന്നും തോന്നുന്നു. അതാണ് അധ്യാസം. ഈ അധ്യാസത്തെ തന്നെയാണ് വിനിമയം എന്നും പറയുന്നത്. മാറിത്തോന്നൽ, മാറി തോന്നാം. ഈ ഒരിക്കലും നമ്മളെ പണ്ടത്തെ ഭാഷയിൽ കമലയാവുക എന്നൊക്കെ പറയും. മാറി ഇങ്ങനെ തോന്നുക. അതെ ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന വെള്ളം ഉണ്ടാകുന്നതല്ലോ ഇല്ല, മാറി തോന്നിയതാവില്ല, എനിക്ക് ആകെ കമലയായതാണ് മുത്തശ്ശിമാരൊക്കെ പറയപ്പുണ്ട്. അപ്പൊ ഈ മാറി തോന്നലുണ്ട്, അതിനെയാണ് അധ്യാസം എന്ന് പറയാം. ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് ഒരു തോന്നലാണ്. ഇല്ലാത്ത പ്രപഞ്ചം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അധ്യാസമാണ്, മാറി തോന്നലാണ്. അതിന് വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ മനസ്സിലാക്കാൻ എളുപ്പത്തിലുള്ള ഒരു സിദ്ധാന്തമാണ് രജ്ജു സർപ്പ സിദ്ധാന്തം. രജ്ജു സർപ്പം സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രജ്ജു എന്ന് പറഞ്ഞാൽ കയറ്, സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പ്. അതിനെ കുറിച്ചുള്ള തത്വമാണ് രജ്ജു സർപ്പ സിദ്ധാന്തം. ഉള്ളത് ഇല്ലാന്ന് തോന്നും, ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നും എന്നുള്ളതിനൊരു ഉദാഹരണം. സന്ധ്യാസമയം അധികം ജനസഞ്ചാരമില്ലാത്തൊരു പ്രദേശം, തൊട്ടടുത്തൊരു ഭദ്രകാളി അമ്പലം, അവിടെ അധികം ആരും തൊഴാൻ വരുന്നില്ല. വലിയൊരു ആല് പടർന്നങ്ങനെ നിൽക്കുന്നു. ആലിന്റെ ഇലകൾ പടർന്നു നിൽക്കുന്നത് കൊണ്ട് മങ്ങിയൊരു ഇരുട്ടാണ് ആലിന്റെ ചുവട്ടില്. കുട്ടിശങ്കരൻ അതൊക്കെ പേടിച്ചാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. സന്ധ്യയായി. ഇപ്പൊ ആലിന്റെ ഒക്കെ പോണല്ലോ, പേടിയാവോ നിശ്ചയില്ല. എന്തായാലും കയ്യിലോട്ട് ടോർച്ചുമില്ല, വെളിച്ചമില്ല, എന്താ ചെയ്യാന്നാലും പോവാണ്ട പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പാമ്പുണ്ടാവോ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാവോ എന്ന് പേടിച്ച് പതുക്കെ ഇങ്ങനെ നടന്ന് ആലിന്റെ അവിടെ എത്താറായപ്പോ അവിടെ ആരുമില്ല.
മങ്ങിയ വെളിച്ചാണ്. കുറച്ച് അകലെയായിട്ട് എന്തോന്ന് ഇങ്ങനെ അനങ്ങണ മാലിങ്ങനെ തോന്നും, എന്തോന്ന് ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കണു. കുട്ടിശങ്കരൻ അകലെ നോക്കിയാൽ അയ്യോ ശരിയാണ്, പാമ്പ് കിടക്കണത്, വളഞ്ഞു ഇങ്ങനെ കിടക്കണത് പാമ്പ് തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ നിന്നു പേടിച്ചിട്ട്. ഇത്തിരി അകലെ നിന്ന് ആ വളഞ്ഞു കിടക്കണ വസ്തുവിലേക്ക് നല്ലോണം നോക്കി അവിടെ നിൽക്കുക. കുറച്ചു നേരം കൂടെ നല്ലോണം നോക്കിയപ്പോ അതാ അനങ്ങുണ്ടല്ലോ, കുറേശ ഇളകുണ്ട്, അനങ്ങുണ്ട്, അയ്യോ അനങ്ങുണ്ടല്ലോ. അയ്യോ ഇത് പാമ്പല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് കിടക്കാൻ നിർത്തിയില്ല. അതെങ്ങാനും തന്റെ അടുത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു ഓടി വന്നാലോ അതും ഭയമാവൂ. പെട്ടെന്ന് പാമ്പിനെ കണ്ട ആ ഭൈര്യയോടുകൂടി ഉറക്കെ നിലവിളിച്ചു കുട്ടിശങ്കരൻ. അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കലും തിരിച്ചിങ്ങോട്ട് ഓടി. അപ്പോഴാണ് ഗോപാലൻകുട്ടി ചൂട്ടും വീശിക്കൊണ്ട് ഇങ്ങനെ വരിക. ഗോപാലൻകുട്ടി ബുദ്ധിമാനാണ്, നേരത്തെ തന്നെ ചൂട്ട് കരുതിയിട്ടുണ്ട്. കുട്ടിശങ്കരന്റെ പോലെ വിഡ്ഢിയല്ല. അപ്പൊ അതുകൊണ്ട് ചൂട്ട് കരുതിയിട്ടാണ് ആ വഴിക്ക് അയാൾ വരാറുള്ളത്. കുട്ടിശങ്കരൻ ഇത്തിരി ബുദ്ധിയാണ്, അതുകൊണ്ട് അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അബദ്ധം പറ്റിയത്. തിരിച്ചിങ്ങോട്ട് വരും ഓടി. കുട്ടിശങ്കര നിൽക്കാൻ എവിടേക്കാ ഓടി പറഞ്ഞ ഗോപാലൻകുട്ടി ഒന്നും പറയണ്ട, അവിടെ ഒരു പാമ്പുണ്ട്. ഞാൻ പേടിച്ചോടുക. എന്തായാലും ഞാനിനി ആ വഴിക്കില്ല. അതെന്താ അങ്ങനെ പറയണം, നമുക്ക് ഒരുമിച്ച് പോവാം, അവിടെ പാമ്പൊന്നും ഇല്ല. എന്താന്ന് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. നമ്മുടെ 2 കണ്ണുകൊണ്ടും കണ്ടാ പിന്നെ ഒരിക്കലും തെറ്റില്ല എന്ന് നമ്മുടെ വിചാരം. നമ്മൾ 2 കണ്ണുകൊണ്ടും കണ്ടതാ. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മുഴുവൻ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? എത്ര ഉദാഹരണങ്ങളുണ്ട് അല്ലേ? ദേവി ഭാഗവതത്തിൽ തന്നെ പറയണു, യാ പശ്യതി നസാ ബ്രൂതേ യാ ബ്രൂതേ സാ ന പശ്യതി. കാണുന്നവൻ പറയില്ല, പറയുന്നവൻ കാണുകയുമില്ല. അപ്പൊ ഈ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ അതിനൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കണ്ടു എന്ന് കണ്ണിന് പറയാൻ പറ്റില്ല, അവിടെ കാണാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ 2 കണ്ണുകളും കൊണ്ട് കണ്ടു എന്ന് പറയുന്നത് കണ്ണല്ല. അപ്പൊ ആ പറയുന്നത് തെറ്റാണ്. കണ്ടാളല്ലോ പറയുന്നത്, അത് തെറ്റാണ്. അതിൽ കേമായിട്ടൊരു കഥയും ഉദാഹരണമൊക്കെ ഉണ്ട്. സത്യവ്രതൻ എന്നൊരു മഹാത്മാവിന്റെ കഥയാണ് അവിടെ ഉള്ളത്. സത്യവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അതും കൂടി ഒന്ന് അനുസ്മരിക്കാം. അദ്ദേഹം എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരാളായിട്ടാണ്, രാജകുമാരനാണ്. പക്ഷെ മന്ദബുദ്ധി ആയതുകൊണ്ട് ആൾക്കാരെ തിരസ്കരിച്ചു, കാട്ടിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി സത്യം മാത്രമേ പറയുള്ളൂ എന്നൊരു പതെടുത്ത്. വേറെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നും അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, വേദം ശരിക്കും ഉച്ചരിച്ചിട്ടില്ല, ഒന്നും അഭ്യസിച്ചിട്ടില്ല. എങ്കിലും സത്യം മാത്രമേ പറയുള്ളൂ എന്നൊരു പതെടുത്ത് 12 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്തായി, അദ്ദേഹം പറയുന്ന വാക്ക് സത്യമായി തീരാൻ തുടങ്ങി. സത്യം പറയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ വ്രതം കൊണ്ട് അദ്ദേഹം വേണ്ട സത്യമായി തീരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഒരു കാട്ടുപന്നി വേടന്റെ അമ്പേറ്റ് ചോര ഒലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് മുമ്പിൽ കൂടെ ഓടി കടന്നുപോയി. അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടെ പിന്നാലെ അമ്പ് തൊടുത്തുകൊണ്ട് വേടനും വരുന്നു. വേടൻ നിന്ന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ സത്യവ്രതനാണ്, നുണ പറയില്ല, സത്യം പറയണ്ടോ, എവിടേക്കാണ് മൃഗം പോയതെന്ന് ചോദിച്ചാൽ അദ്ദേഹം സത്യം പറയും. ചോദിച്ചു, അങ്ങനെ സത്യവ്രതനാണ്, സത്യമല്ലേ പറയൂ. അതുകൊണ്ട് ആ പന്നി, ഒരു കാട്ടുപന്നി അമ്പേറ്റിട്ട് ഇതിലെ ഓടി. അത് അങ്ങോട്ടാ പോയത്, പടിഞ്ഞാട്ടാണോ പോയത്, കിഴക്കോട്ടാണോ പോയത്, അതോ വടക്കോട്ടാണോ പോയത്, തെക്കോട്ടാണോ പോയത് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പോയിക്കോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം നിന്ന് നോക്കി. അദ്ദേഹം മനസ്സിലാലോചിച്ചു, താൻ സത്യം ഇപ്പൊ പറഞ്ഞാൽ ആ മൃഗത്തിനെ അദ്ദേഹം കൊല്ലു, അത് ഹിംസയുണ്ട്, എനിക്കൊരു മഹാപാപം. ഇനി കണ്ടില്ല എന്ന് പറഞ്ഞാലോ തന്റെ സത്യവ്രതത്തിനൊരു ഭംഗം വരികയും ചെയ്യും. എന്താ വേടനോട് പറയുന്നത്? അദ്ദേഹം ഒന്നും ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലൊന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലയോ വേടാ, വളരാതാണ്, നീ മന്ദബുദ്ധിയാണ്, നിനക്കൊന്നും അറിയില്ല. നീ എന്താ എന്നോട് ചോദിച്ചത്? കണ്ടുവന്നല്ലേ, മൃഗം പോണത് കണ്ടുവന്നല്ലേ? അതിപ്പോ എങ്ങനെയാ പറയാ? യാ പശ്യതി നസാ ബ്രൂതേ. അല്ലയോ വേടാ, ഈ കാണുന്നത് ആരാണോ അറിയില്ല, ഈ പറയണത് ആരോ യാ ബ്രൂതേ സാ ന പശ്യതി. ഇനി പറയാൻ പോണത് ആരാണോ ആ ആള് കണ്ടിട്ടില്ല. എന്തിനാ അവരുടെ ഇങ്ങനെ വെറുതെ സമയങ്ങളിൽ നീ നിന്റെ കാര്യവും നോക്കിയാണ്ട് പൊക്കോ എന്നങ്ങനെ പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ചു. അപ്പൊ അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടില്ല, വേടനാഴ്ച ആകെ അമ്പലെന്ന് ഒരു വഴിക്കങ്ങൾ പോവുകയും ചെയ്യുന്നു. അപ്പൊ അതിലൊരു തത്വം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണ് അദ്ദേഹം പറഞ്ഞ സത്യമാണ്, കാണുന്നത് ആരാ? കണ്ണ്, അത് പറയില്ല. അതുപോലെ പറയുന്നത് നാവാണ്, അത് കാണൂല. യാ പശ്യതി ന സാ ബ്രൂതേ യാ ബ്രൂതേ സാ ന പശ്യതി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നാം ഉറപ്പിച്ചു പറയുമ്പോൾ സത്യമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇവിടെ കുട്ടിശങ്കരൻ പറയണു, ഞാൻ എന്റെ കണ്ടുകൊണ്ട് പാമ്പനെ അവിടെ കണ്ടു എന്ന്. ഗോപാലൻകുട്ടി കഥയൊക്കെ പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ട്. നീ പറഞ്ഞത് നേരെയാവില്ല, കാരണം കണ്ണുകൊണ്ട് കണ്ടത് ശരിയായി കൊള്ളണമെന്നില്ല. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. എന്നാ താൻ മുമ്പിൽ നടക്കാൻ ചൂട്ടും കൊണ്ട് ഗോപാലൻകുട്ടി മുമ്പിൽ നടന്ന് അവിടെ ഇങ്ങോട്ട് എത്താറായപ്പോഴേക്കും ചൂട്ടും കൊണ്ട് ഗോപാലൻകുട്ടി മുമ്പിൽ, ഇയാളിങ്ങനെ കുട്ടിശങ്കരൻ പിന്നോട്ട് ഇങ്ങനെ നീങ്ങി പോവുക. കൈകൊണ്ട് പിടിച്ചു ഗോപാലൻകുട്ടി, കുട്ടിശങ്കരൻ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. ഗോപാലൻകുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിശങ്കരൻ പിന്നാക്കം പിടിച്ചു. അങ്ങോട്ട് പോകണ്ട അവിടെ അങ്ങോട്ട് പിടിവലി. എന്തിന്? ഒരു നിലയ്ക്ക് അതിന്റെ അടുത്തെത്തി ചൂട്ടങ്ങനെ കാണിച്ചു. ഓ, അനക്കൊന്നുമില്ല.
പാമ്പാണെങ്കിൽ ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാമ്പ് അനങ്ങാണ്ടിരിക്കുവോ? അപ്പോഴാണ് കുട്ടിശങ്കരൻ ലേശം ധൈര്യമായി കുട്ടിശങ്കരൻ പതുക്കൊന്നിങ്ങനെ ഗോപാലൻകുട്ടിയുടെ അടുത്ത് ചെന്നങ്ങനെ ഗോപാലൻകുട്ടി ചേർത്ത് അങ്ങനെ പിടിച്ചു നിന്നു. ഗോപാലൻകുട്ടി, അപ്പൊ അത് പാമ്പല്ലേ? പാമ്പോ നോക്കം വണ്ട, അതൊരു കയറാണ്. കയറോ? ഞാൻ തോണ്ടിയിടാം, തോണ്ടുമ്പോ നമ്മൾ തോണ്ടിയിട്ടു ഗോപാലൻകുട്ടി. അയ്യോ ഒന്ന് മേടിച്ചു പോകാം ശങ്കരൻകുട്ടി, എന്നാലും പിന്നെ അനക്കല്ല എന്നപ്പോ സമാധാനമായി. അത് കയറാണല്ലേ? നോക്കി ലക്ഷ്യം വന്നു ശങ്കരൻകുട്ടിക്ക്. കയറ് കൊള്ളരുതാത്തവനെ, നീ എന്നെ എത്ര നേരം പറ്റിച്ചു അല്ലേ? പാമ്പാ പാമ്പാ പാമ്പാന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട്. ഉറക്കെ കുട്ടിശങ്കര് ദേഷ്യം വന്നിട്ട് എന്തോ വിളിച്ചു പറഞ്ഞു. പെട്ടെന്നൊരു ശബ്ദമാണ്. കയറേണ്ട എഴുന്നേറ്റിരുന്നു. നിന്നിട്ട് കയറ് പറയാ, എടാ കൊണ്ട കുട്ടിശങ്കര, ഞാൻ പാമ്പാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? നീ എന്തിനാ ഞാൻ പാമ്പാന്ന് വിചാരിച്ചത്? ഞാൻ കയറാണ്, അന്നും കയറാണ്, ഇപ്പോഴും കയറാണ്, നാളെയും കയറ് തന്നെയാണ്. മണ്ടനായ നീയാണ് എന്നെ പാമ്പായിട്ട് വിചാരിച്ചിങ്ങനെ പേടിച്ചത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കയറങ്ങ് മറിഞ്ഞു പിടിച്ചു. ആ കഥ ഇവിടെ അവസാനിച്ചു. ആലോചിച്ച് നോക്കുക, ഇവിടെ എന്താ ഉണ്ടായിരുന്ന? ഇതാണ് അധ്യാസം. ഇവിടെ അധ്യാസം എന്തായിരുന്നു? കയറ് എന്ന ആ വസ്തുവിൽ പാമ്പ് എന്നൊരു ഭാവം കുട്ടിശങ്കരന്റെ മനസ്സിൽ ഉണ്ടായി. അതിന് കാരണം വെളിച്ചമില്ലായ്മ, സന്ധ്യാസമയം, ആലിഞ്ചുവട്, ആൾ സഞ്ചാരമില്ല, പോരാത്തതിന് ഭദ്രകാളിയുടെ പടിഞ്ഞാറെ നടത്തിയ വീഡിയോ. ഇതൊക്കെ കൂടി കുട്ടിശങ്കരന്റെ മനസ്സിൽ ഉരുണ്ടു തിരിഞ്ഞ ആ ഭയം അതൊരു ആവരണമായിട്ട് മായയായിട്ട് വന്ന് കയറ് എന്ന ആ ഭാവത്തെ അങ്ങനെ മറച്ചു. പിന്നെ ചിന്തിക്കണത് എന്താ? ഇവിടെ പാമ്പുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് വരണതല്ല. വഴിയിലൊക്കെ പാമ്പുണ്ടാവും പാമ്പുണ്ടാവും എന്ന് പറഞ്ഞ ആൾക്കാർ പേടിപ്പിച്ചിട്ടാണ് വരണത്. അപ്പൊ അങ്ങനെ ഒന്നിനെ ചിന്തിച്ചു കൊണ്ട് വരിക കാരണം ഇവിടെ കയറിനെ കണ്ടപ്പോൾ അത് പാമ്പാണെന്ന് വിചാരിച്ചു. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. പെരുത്ത കാട്ടിൻ നടുവിൽ കിടന്നാൽ ഇളകുന്നതെല്ലാം വലിയെന്ന് തോന്നും എന്നതുപോലെ അമ്പലനടയുടെ ആർത്തറയിൽ സന്ധ്യാനേരത്തെ കണ്ടാൽ ഇളകുന്നതെല്ലാം പാമ്പാണെന്ന് തോന്നും. തോന്നി കുട്ടിശങ്കരൻ കുറച്ചു നേരത്തേക്ക് പാമ്പ് എന്നൊരു ഭാവം അവിടെ ഉണ്ട്. സത്യമായിട്ടും അവിടെ പാമ്പുണ്ട്. ആ സമയത്ത് കുട്ടിശങ്കരന്റെ ഉള്ളില് സത്യമായിട്ടും അവിടെ ഒരു പാമ്പിന്റെ അസ്തിത്വം, പാമ്പിൻ്റെതായ ഒരു നിലനിൽപ്പ് കുറച്ചു നേരത്തേക്ക് ആ കയറിന്മേൽ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിശങ്കരന് കയറാൻ തോന്നി. അത് പക്ഷെ ഇല്ലാത്തതാണ്. അതാണ് അധ്യാസം. കയറ് എന്ന ആ ജഡവസ്തുവിൽ പാമ്പ് എന്നൊരു ജീവവസ്തുവിന്റെ സാന്നിധ്യം കുട്ടിശങ്കരന്റെ മനസ്സിൽ അറിയാതെ ആരോപിക്കപ്പെട്ടു. അത് അധ്യാസം. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നൽ, ഇല്ലാത്ത വിഷയത്തെ ഉണ്ട് എന്ന രീതിയിൽ ആരോപിക്കലിനാണ് അധ്യാസം എന്നിവിടെ പറഞ്ഞത്. തേജോവായുവിനിമയ എന്നുള്ളതിന്റെ ആ ഒരു വിശദീകരണം നിലയാണ് നമ്മൾ ചിന്തിച്ചത്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നാനുള്ളതായ അധ്യാസം. അധ്യാസത്തെ കുറിച്ചാണ് ആ ശ്ലോകത്തിൽ അവിടെ പറയുന്നത് അർത്ഥം. അങ്ങനെ ആ അധ്യാസം കൊണ്ട് പാമ്പ് എന്നൊരു ഭാവം മനസ്സിൽ ഉണ്ടാക്കി. അപ്പൊ അധ്യാസം കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായാൽ എങ്ങനെ അതിനെ തീരും, എങ്ങനെ അതിനെ തീർക്കാൻ സാധിക്കും? അതാണ് പിന്നെ കണ്ടത്. ഗോപാലൻകുട്ടിയും ചൂട്ടും. ധൈര്യമുള്ളൊരു കൂട്ടുകാരൻ കൂടെ നീങ്ങും. കൂട്ടുകാരൻ ചൂട്ടും കൊണ്ടുവന്ന് വെളിച്ചം കാണിച്ചപ്പോ പാമ്പ് എന്ന ഭാവം കുട്ടിശങ്കരന്റെ മനസ്സിൽ നമ്മൾ നീങ്ങിപ്പോയി. അത് ശരിക്കത് കയറാനുള്ള ബുദ്ധി. ഇതാണ് അധ്യാസം. ഈ അധ്യാസമാണ് വാസ്തവത്തിൽ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം നമ്മൾക്ക് അനുഭവപ്പെടുത്തുന്നത്. ബ്രഹ്മമേ ഉള്ളൂ, പ്രപഞ്ചമില്ല. എന്നാൽ പ്രപഞ്ചമുണ്ട് എന്ന് നമ്മുടെ മനസ്സ് അധ്യാസം ചെയ്യുകയാണ്. ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തെ അധ്യാസം ചെയ്യണോ എന്നുള്ളത്. ബ്രഹ്മചൈതന്യാണ് ഉള്ളത്, പക്ഷെ അത് കാണുന്നില്ല. അതിനു പകരം കാണുന്നത് മുഴുവൻ ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചം പിന്നെ അതിന് അങ്ങോട്ട് കീഴ്പോട്ടുള്ളതൊക്കെ അങ്ങനെ കീഴ്പോട്ട് ചിന്തിച്ച് അങ്ങനെ വരുമ്പോൾ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികള്, പുത്രമിത്ര കളത്രാദികള്, ഇതൊക്കെ ആ ഇല്ലാത്തതായ അധ്യാസം ചെയ്യപ്പെട്ടതായ ആ മായാവലയത്തിൽ വരും എന്നർത്ഥം. അപ്പൊ ഈ പ്രപഞ്ചത്തെ നാം ബ്രഹ്മത്തിൽ അധ്യാസം ചെയ്ത് ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ സ്ഥിതി അതാണ് അർത്ഥം. ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കാൻ വരുന്ന നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്.
എന്ത് പ്രപഞ്ചത്തിൽ ബ്രഹ്മചൈതന്യത്തെ അധ്യാസം ചെയ്ത് ഇതാ ഇരിക്കുന്നു. ഇനി ഇവിടെ എങ്ങനെ നീങ്ങി? കുട്ടിശങ്കരന്റെ ഭരണം എങ്ങനെ നീങ്ങി? അതോ ഒന്ന് ഗോപാലൻകുട്ടി എന്ന സുഹൃത്ത്, പിന്നെ ചൂട്ട് വെളിച്ചം. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ളതായ ആ അധ്യാസം എങ്ങനെ ഒരാൾക്ക് തീരും? ഒരു സുഹൃത്ത്, ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വേണം. ആ എങ്ങനെയുള്ള ഗുരുനാഥൻ? ഇവിടെ ഗോപാലൻകുട്ടി എന്നുള്ള ഗുരുനാഥൻ എങ്ങനെയുള്ള ആളാണ്? അദ്ദേഹത്തിന് അറിയാം അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ എന്നറിയാം. അപ്പൊ അവിടെ ആ കയറിനെ കുറിച്ച് ജ്ഞാനമുള്ള ഗോപാലൻകുട്ടി എന്ന ആ ഗുരുനാഥൻ, ഗോപാലൻകുട്ടി എന്ന ആ ഗുരുനാഥന്റെ ജ്ഞാനമാകുന്ന ചൂട്ട് എന്ന വെളിച്ചം കൊണ്ട് അത് കാണിച്ചു കൊടുത്തപ്പോൾ പാമ്പില്ല, കയറേ ഉള്ളൂ എന്ന് കൃത്യമായും കുട്ടിശങ്കരന് മനസ്സിലായി. അതോടുകൂടി കുട്ടിശങ്കരന്റെ മനസ്സിലുള്ള ഭീതി. അതുപോലെ പ്രപഞ്ചത്തിലുള്ള ആ അധ്യാസ ബുദ്ധിയെ ഒരു ഗുരുനാഥൻ ജ്ഞാനമാകുന്ന പ്രകാശത്തോടുകൂടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർത്തും ആ പ്രപഞ്ചാധ്യാസം നീങ്ങി പരമമായ ബ്രഹ്മചൈതന്യം മനസ്സിൽ ഉളവാകും. ബ്രഹ്മചൈതന്യം പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടതൊന്നുമല്ല. ഈശ്വരാനുഭവം എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഏതെങ്കിലും ഫാക്ടറിയിൽ ഉണ്ടാക്കേണ്ടതോ ഗുളി കഴിച്ചുണ്ടാക്കേണ്ടതോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മായാധ്യാസം കൊണ്ടത് മറക്കപ്പെട്ടിരിക്കുകയാണ്. അതാകുന്നു അത് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കുട്ടിശങ്കരന് ഗോപാലൻകുട്ടി എന്ന ഗുരുനാഥൻ ചൂട്ട എന്ന വെളിച്ചത്തിലൂടെ കാണിച്ചതുപോലെ നമ്മളെ പോലുള്ളവർക്കൊക്കെ ശ്രീമദ് ഭാഗവതം എന്ന ഗുരുനാഥൻ ഇതാ ഭാഗവതമാകുന്ന പ്രദീപം കൊണ്ട് ഈ പ്രപഞ്ചമാകുന്ന അധ്യാസ വിഷയത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് സഹായിക്കണം. അധ്യാസം മാറ്റി കയറേ ഉള്ളൂ എന്ന് ശങ്കരൻകുട്ടിക്ക് ബോധ്യമായതുപോലെ ഇതാ ഈ പ്രപഞ്ചത്തിലുള്ളതായ അധ്യാസത്തെ മാറ്റി ഗുരുനാഥാനുഗ്രഹം കൊണ്ട്, ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അത് നാം പറഞ്ഞു, കുട്ടിശങ്കരനെ പറഞ്ഞു കൊടുത്ത ഗോപാലൻകുട്ടിക്ക് അവിടുത്തെ ജ്ഞാനുണ്ട്, പാമ്പെല്ലാം കയറുള്ളൂ എന്നുള്ള അറിവ് ആദ്യം തന്നെ ഉണ്ട്. അതുപോലെ ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം, ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരുനാഥൻ ജ്ഞാനമാകുന്ന പ്രകാശത്തോടുകൂടി നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രപഞ്ച ഭാവം അങ്ങനെ നീങ്ങി ധാമനാസ്വേന സദാ നിരസ്തകുഹകം, മായയെ അതിജീവിച്ചുകൊണ്ട്, തന്റെ സ്വന്തം പ്രഭാവത്താൽ മായയെ അതിജീവിച്ചുകൊണ്ട് എപ്പോഴും സ്വധാമന തന്റെ പ്രത്യേക തേജസ് കൊണ്ട് എപ്പോഴും തന്നിൽ രമിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഭഗവത് ചൈതന്യത്തെ, സത്യം പരമമായ സത്യത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധർമാസ്വേന തന്റെ സ്വയം പ്രഭാവം കൊണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മചൈതന്യ സ്വരൂപനായ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നിന്റെയും ഉപാധികളുടെയും ആവശ്യമില്ല. സ്വയം പ്രഭാവിതനാണ്, സ്വയം പ്രകാശിതനാണ്, സ്വയം പ്രവേശിതനാണ്, എങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാം സ്വയമാണ് അവിടത്തേക്ക്. ആ ഭഗവത് ചൈതന്യത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു എന്നർത്ഥം. ആ സ്വത്വം നേടലാണ് താൻ എന്നുള്ളൊരു ഭാവം, തന്റെ എന്നുള്ള ഒരു ഉറപ്പ്. അതാണ് ബ്രഹ്മാത്മാനുഭാവം എന്നർത്ഥം. സ്വധാമ എന്നുള്ളതിന് വളരെ ലളിതമായിട്ട് ഒരു തർജ്ജമ ഞങ്ങളുടെ എല്ലാം പൂർവികനായിരുന്ന പൂർവ്വഗുരുനാഥൻ, പരമഗുരുനാഥൻ, ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒന്നും കൂടി അനുസ്മരിക്കാനുള്ള അവസരം കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. പരമഗുരുനാഥൻ സാക്ഷാൽ ഭക്തശിരോമണി വാഴുന്ന അദ്ദേഹം സ്വധാമ എന്നുള്ള വാക്കിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്വ എന്ന് പറഞ്ഞാൽ തന്റെ, ധാമ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഇടം, തന്റെ ഇടം. സ്വധാമ തന്റെ ഇടം എന്നർത്ഥം. അത്രേ ഉള്ളൂ. വളരെ എളുപ്പം അല്ലേ? ഭക്തശിരോമണി വാഴുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു തർജ്ജമ എത്ര എളുപ്പം. സ്വധാമ തന്റെ ഇടം, തന്റെ ഇടത്തോടെ ജീവിക്കുക, തന്റെ ഇടത്തോടെ പ്രവർത്തിക്കുക. അതാണ് ഈ തന്റെ ഇടം എന്നുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരല്. ഭഗവാൻ സ്വയം തന്നെ തന്റെ അടിയാണ്, അതൊരു അഹങ്കാരാർത്ഥത്തിലാണ്. പക്ഷെ അതല്ല, സ്വധാംന എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് എടുക്കുമ്പോൾ തന്റെ ഇടം അതെന്താ എന്ന് കണ്ടെത്തി സദാ നിരസ്തകുഹകം, ആ തന്റെ ഇടത്തിൽ മായയെ നിരസ്തകുഹകം എന്ന് പറഞ്ഞാൽ മായ നിരസ്തം, അതിനെ നിരസിച്ച് അതിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് മായയെ നിരസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പരമമായ സത്യമായ ചൈതന്യം, ആ പരമമായ സത്യമായ ചൈതന്യത്തെ നമസ്കരിക്കുന്നു എന്നാണ് ഈ പ്രഭാഷണത്തിന്റെ
വിഷയമായിട്ട് കാണാം. ആ പദത്തെക്കുറിച്ച് അല്പം ഏതാനും ചില വാക്കുകൾ ഇവിടെ അനുസ്മരിച്ചു. എൻ്റെ വാക്കുകൾ ഇവിടെ സമർപ്പിക്കേണ്ട സമയമായി. എന്തെല്ലാമാണോ അനുസ്മരിച്ചത് പറഞ്ഞത് എന്നൊന്നും മുഴുവൻ അവിടെ ധൈര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അനുസ്മരിച്ചതുപോലെ സരസ്വതി ദേവിയുടെ മുമ്പിലിരുന്നാൽ ദേവി വാക്കുകൾ തോന്നിക്കും. 98 ആദ്യ സപ്താഹത്തിൽ ദേവി മനസ്സിൽ തോന്നിച്ചതായ ആ ഒരു ഭാവം ഇന്നും ഓർത്തുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഒരൊറ്റ ശ്രവണത്തിൽ ദേവിയെ കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകം മൈക്കിലൂടെ കേട്ടത് അടുത്ത നിമിഷത്തിലെ മനസ്സിൽ ഓർമ്മിച്ച് ഏറ്റുചൊല്ലാനായിട്ട് 98 ഉള്ളതിന് സാധിക്കുകയുണ്ടായി. അതുപോലെ ആ ദേവിയുടെ അനുഗ്രഹം നാം ആദ്യം അനുസ്മരിച്ചത് പ്രചോദിതായ സരസ്വതി, ഭഗവത് പ്രചോദിതമായ സരസ്വതി പ്രവാഹം. അതാണ് വാക്കുകളെ അലങ്കരിക്കുന്നത്. എത്രത്തോളം ഇനിയുള്ളവന്റെ വാക്കുകൾ അലങ്കൃതങ്ങളായി എന്നൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ ഗുരുനാഥൻ വെങ്കടകൃഷ്ണൻ ഒരുപാട് ആദ്യകാലത്ത് ഭാഗവതത്തിലേക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. തോന്നിയത് പറയണം, തോന്നിയതേ പറയാവൂ, തോന്നിയതാവരുത്. 3 കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ വളരെ എളുപ്പം തോന്നില്ലേ? അദ്ദേഹം പറഞ്ഞതിന്റെ താല്പര്യം അന്ന് അത്രയ്ക്കൊന്നും തോന്നിയില്ല. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്താ അത് തോന്നിയത് പറയണം എന്ന് പറഞ്ഞാൽ അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് നാം അവതരിപ്പിക്കുക. വിഷയങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഒക്കെ അവലംബിച്ചതിന്റെ ശേഷം നാം പലതും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ഭാവം ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ആശയങ്ങളായിട്ട് അവതരിപ്പിക്കുക എന്നതാണ് തോന്നിയത് പറയാന്നുള്ളത്. പിന്നെ രണ്ടാമത് തോന്നിയതേ പറയാവൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പറയുള്ളൂ. അതായത് അവനവന്റെ ഭാവത്തിലുള്ളത് മാത്രമേ നാം അവതരിപ്പിക്കാവൂ. മറിച്ച് മറ്റൊരാൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതുപോലെ എനിക്ക് പറയണം, അദ്ദേഹത്തിനേക്കാൾ കേമനാവണം എനിക്ക്, അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയണം എന്നൊക്കെ തോന്നി അദ്ദേഹം അങ്ങനെ പറയണം, അതുപോലെ ഞാൻ പറയണം എന്നൊക്കെ വിചാരിച്ച് പറയാൻ പുറപ്പെടരുത്. അതാണ് തോന്നിയത് മാത്രമേ പറയാവൂ, തോന്നിപ്പിച്ച് പറയരുത്. ഇനി മൂന്നാമത്തെ തോന്നിയതാവരുത്. അത് നാടൻ ഭാഷയിലുള്ള തോന്നിയത്. ആ പറയിച്ചത് പറഞ്ഞതൊന്നും തോന്നിയതാവരുത്. ഈ 3 വാക്കുകളാണ് ഗുരുപദേശം. അപ്പൊ അതില് തോന്നിയത് പറഞ്ഞു, തോന്നിയതേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ 3ാമത്തെ ഭാഗം തോന്നിയതാവരുത് എന്നുള്ള ഭാഗം അത് തീരുമാനിക്കണം. ഈ ഉള്ളവൻ അശക്തനാണ്. കാരണം പറയണ ആളല്ലോ അത് തീരുമാനിക്കേണ്ടത്. തോന്നിയതായോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അല്ലയോ മഹാത്മാക്കളായ സജ്ജനങ്ങളെ, നിങ്ങളെല്ലാവരുമാണ് ഭഗവതിയാണ്, സരസ്വതി ദേവിയാണ്, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണ്. എങ്ങനെയായി എന്ന് തീരുമാനിച്ചോട്ടെ. ഏതായാലും തോന്നിയതായി എങ്കിലും തോന്നിയതല്ല എന്തെങ്കിലും ഫലപ്രദമായി എന്നാണെങ്കിൽ എന്തായാലും ഒരുപോലെ അല്ലയോ സജ്ജനങ്ങളെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇതാ കൂപ്പുകൈയുടെ സ്വീകരിക്കാൻ ഈ സന്നിധിയിൽ തയ്യാറാണ് എന്ന് മാത്രം ഇതാ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. വിരാമസ്ഥാവൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.